സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഇനിയും ശരിയായില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരോട് വിഷമിക്കേണ്ട, കല്യാണ സദ്യയ്ക്കും മറ്റും വിളമ്പുന്ന രുചിയും മണവും ഒട്ടും കുറയാതെ അടിപൊളി സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയാലോ. പോന്നോളൂ നമ്മുടെ അമ്മക്കൂടിലേക്ക്. ഇതേ നമുക്കൊരു കൈപ്പിടി തുവരപ്പരിപ്പെടുക്കാം. അത് നന്നായിട്ട് നമുക്കൊന്ന് കുതിർത്തി വെക്കണം കേട്ടോ. അതിനുശേഷം സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളായ മത്തങ്ങ ഒരു കഷ്ണം, ഒരു ഉരുളൻ കിഴങ്ങ്, 2 സവാള, 2 തക്കാളി, അതുപോലെ തന്നെ ക്യാരറ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി, 3 വഴുതനങ്ങ, ഒരു പിടുത്തം വെണ്ടയ്ക്ക, 4 പച്ചമുളക്. ഞാൻ ചടുപടാന്ന് പറഞ്ഞ് പോവുകയാണ്, നിങ്ങളും കൂടെ പോകുന്നുള്ളൂ. ഇതിനെല്ലാം നമുക്ക് വൃത്തിയാക്കി കഴുകിയെടുത്ത് വേണ്ട രീതിയിൽ അരിഞ്ഞെടുക്കാം. ഉരുളൻകിഴങ്ങിനെയൊക്കെ ഒരു വലിപ്പത്തിൽ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. സവാള ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് സവാള അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ക്യാരറ്റ് നുറുക്കി വെച്ചിട്ടുണ്ട്, മത്തങ്ങ നുറുക്കിയിട്ടുണ്ട്, വഴുതനങ്ങ നുറുക്കി ഞാൻ വെള്ളത്തിലിടുവാണ്. ഇല്ലെങ്കിൽ നമ്മൾ സാമ്പാർ എടുക്കാൻ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാം, കറുകറുത്ത് നിറം മാറിയിരിക്കും. പച്ചമുളകൊക്കെ 4 പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. തക്കാളിയും വെണ്ടയ്ക്കയും അതുപോലെ തന്നെ വഴുതനങ്ങയും മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് നമ്മുടെ പരിപ്പിനകത്ത്, അതായത് തുവരപ്പരിപ്പിനകത്ത് ഒരു പകുതി സവാള, അതുപോലെ തന്നെ 2 കഷ്ണം മത്തങ്ങ, കുഞ്ഞി കഷ്ണം 2-3 കഷ്ണം മത്തങ്ങ, പിന്നെ 2-3 കഷ്ണം ഉരുളൻകിഴങ്ങ്, പിന്നെ ഒരു അല്പം കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാം. ആ കുക്കറിൽ അവിടെ കിടന്നത് വെന്തോട്ടെ. വേറൊരു കുക്കറിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടാകുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഒന്ന് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരല്പം നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഓക്കെ, അതും ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. അതിനുശേഷം യഥാക്രമം സവാളയൊന്ന് വഴറ്റാം. വലിയ കഷ്ണമാക്കി സവാള ഇട്ടെന്ന് കരുതിയിട്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഒരു വിഷമവും തോന്നണ്ട. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കൊക്കെ അത് ഉടഞ്ഞോളും. ഓക്കെ, ഇനി ഉരുളൻകിഴങ്ങ് മൂപ്പ് കൂടിയതനുസരിച്ച്, അതായത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് വെന്ത് വരാൻ താമസമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യമേ വഴറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും സവാള എന്തിനാണ് ഇട്ടെന്ന്. അത് സവാള ഇടുമ്പോൾ ഉണ്ടല്ലോ, സവാളയും ഉലുവയും നല്ല ജീരകത്തിൻ്റെ എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, അതൊക്കെ ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് തന്നെയാണ് നമ്മുടെ സാമ്പാറിൽ. ഓക്കെ, ഇനി പച്ചമുളകും എല്ലാം ചേർത്ത് നന്നായിട്ട്, ആ മത്തങ്ങ എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് പറയാം, നിങ്ങൾക്ക് ബോറടിക്കേണ്ട, ഒരുപാട് ലാഗ് ചെയ്ത് പോകുന്നു എന്ന് പറയുകയും വേണ്ട. ഇനി ഇതെല്ലാം ഒന്ന് ഒരു 1/4 ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെന്തുടഞ്ഞിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി പരിപ്പെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളിയുടെ ഭാഗമാണ്, അല്ലാണ്ട് അത് ഇത്ര പുളി അത്ര അളവെന്നൊന്നുമില്ല. നമുക്ക് എത്ര പുളി വേണോ അത്രയും പുളി ഇട്ട് കൊടുക്കാം. നമുക്ക് പുളി കൂടുതലാണ് വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ കുക്കർ കഴുകിയ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് അവിടെ കിടന്ന് തിളക്കട്ടെ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക്, ഇതേ കണ്ട അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്, തിളക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് അവിടെ തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഇത് ഇവിടെ പൊട്ടലും ചീറ്റലും ഒക്കെയാണ്, എൻ്റെ കയ്യിലൊക്കെ തെറിച്ച് വീണ്, അതൊക്കെ സാരയില്ല, അവിടെ കിടക്കട്ടെ. ഇനി അതിനകത്തോട്ട് നമുക്ക് വെണ്ടയ്ക്കായും വഴുതനങ്ങയും കൂടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വഴന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുവരെ തക്കാളി മാറി അവിടെ മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ വഴുതനങ്ങയും വെണ്ടയ്ക്കയും ഉണ്ടല്ലോ, അലിന്ന് പോകരുത്, അതിനാണ് നമ്മൾ പ്രത്യേകം വഴറ്റി കൊടുക്കുന്നത്. നല്ലൊരു സാമ്പാറായിരിക്കും നമ്മളിതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും വഴുതനങ്ങയും വെണ്ടയ്ക്കയും കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി അതിനെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. തീയൊക്കെ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം, വെന്ത് ഉടഞ്ഞു പോകണ്ട. വഴന്ന് വന്നതിന് ശേഷം നമുക്കതിനെ എന്ത് ചെയ്യണമെന്നറിയാമോ, ഈ വേവിച്ച് നമ്മൾ അവിടെ മാറ്റി തിളയ്ക്കാനായിട്ട് ചെറിയ തീയിലിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ആ കഷ്ണങ്ങളിലേക്ക് ഇതിനെയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ കഷ്ണങ്ങളും നമ്മളിപ്പോൾ വഴറ്റിയതും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഞാൻ നാട്ടിൽ പോകുമ്പോഴുണ്ടല്ലോ സാമ്പാർ ഉണ്ടാക്കും. എൻ്റെ മോന് സാമ്പാർ ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. പറയാം, അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറിനൊരു പ്രത്യേക രുചിയാന്ന് പറയും. നല്ല മണമുള്ള, നല്ല കുറുകുറാന്നിരിക്കുന്ന സൂപ്പർ സാമ്പാറാണ്. ഇഡ്ഡലിക്കും ചോറിനും അതുപോലെ തന്നെ ദോശയ്ക്കും എല്ലാം പറ്റുന്നത്. നമ്മൾ ഇനിയും ഇതിനകത്ത് സാമ്പാർ പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, എന്നിട്ടും നല്ല മണമാണ് വരുന്നത്. ഞാൻ ഇതിനകത്തോട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇനി പൊടിയെല്ലാം ഇട്ട് വരുമ്പോൾ എന്ത് പറ്റും, സാമ്പാർ നല്ലതുപോലെ കുറുകിപ്പോവും. ഒരു മീഡിയം പരുവത്തിനുള്ള സാമ്പാർ നമുക്ക് മതി. അപ്പോൾ ഇനി
അപ്പുറത്തടുപ്പിലേക്ക് ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. അവിടെ നേരിയ തീയിൽ കിടന്നൊന്ന് തിളച്ചോട്ടെ. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെക്കുന്നു. അതിലേക്ക് കുറച്ച് എണ്ണ, നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചിലർക്ക് എണ്ണ കുറവ് മതി, ചിലർക്ക് ഇച്ചിരി കൂടുതൽ വേണം. ഇനി അതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, 3 വറ്റൽമുളക്, ഒരു പിടുത്തം കറിവേപ്പില. പിന്നെ തീ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്ത് ഒരിത്തിരി ചൂടാറിയതിന് ശേഷം വേണം പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, നല്ല കളറുള്ള മുളക് പൊടി ഉണ്ടല്ലോ, എരിവില്ലാത്ത കളറുള്ള മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ഇടാം. കായത്തിൻ്റെ മണമൊക്കെ നല്ല ഇങ്ങനെ കുമുകുമാന്ന് നിൽക്കണം. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ വെന്ത് തിളച്ച് ചെറിയ രീതിയിൽ തിളച്ച് കിടക്കുന്നതിനകത്തോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞിങ്ങനെ അതിൻ്റെ മീതെ ഇങ്ങനെ വിതറി കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ മൂപ്പിച്ച മസാല, വഴറ്റിയ മസാലകളൊക്കെ ഉണ്ടല്ലോ, വറതാളിക്കുന്നോ അങ്ങനെ വേണമെങ്കിലും പറയാം, വറതാളിച്ചതോ അല്ലെങ്കിൽ വഴറ്റിയതോ എങ്ങനെയാണെങ്കിലും അത് നമുക്ക് ആ മല്ലിയിലയുടെ മീതെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് 1 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം, ഞാൻ മൂടി വെച്ചിരുന്നു, അതിന് ശേഷമാണ് പിന്നെ ഒന്ന് തുറന്നിട്ടാണ് ഇളക്കുന്നത്. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകണ്ടെന്ന് കരുതി ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സാമ്പാർ ഈ ഒരു പരുവത്തിന് കിട്ടണം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളകുത്തുമ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കും. ഇനി തണുത്ത് കഴിയുമ്പോൾ നല്ല കുറുകുറാന്നുള്ള നല്ലൊരു സാമ്പാറായിരിക്കും കിട്ടുന്നത്. രുചിയും മണവും ഗുണവും ഒട്ടും നഷ്ടപ്പെടാതെ, ഒരു കഷ്ണം പോലും ഉടഞ്ഞ് വല്ലാണ്ട്, കഷ്ണങ്ങളൊക്കെ നമുക്ക് ഉടയാതെ തന്നെ കിട്ടും. അങ്ങനെ വല്ലാണ്ടായി പോവാതെ നല്ല ഒരു സാമ്പാറാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ സാമ്പാറായിരിക്കും. ദേ നോക്കിയേ, സാമ്പാർ ഇനി ഇപ്പം നല്ല ചൂടാണ്, കുറച്ച് തണുത്ത് കഴിയുമ്പം ഒന്നുകൂടെ നല്ല കുറുകുറാന്നിരിക്കും. ഒരുപാട് വെള്ളം പോലത്തെ സാമ്പാറല്ല. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ലൈക്ക്, പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടിടാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ചൂടൻ റെസിപ്പീസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.